ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. സുമതി വളവ്, ഡയറക്റ്റഡ് ബൈ വിഷ്ണു ശശിശങ്കർ, റിട്ടൺ ബൈ അഭിലാഷ് പിള്ളൈ. അഭിനയിക്കുന്നവർ അർജുൻ അശോകൻ, ഗൂഗിൾ സുരേഷ്, സൈജു ഗ്രൂപ്പ്, ശ്രീജിത്ത് രവി, ശിവദ, അങ്ങനെ കുറച്ച് പേര്. ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റിലുള്ള ഒരു സിനിമയാണ്. ഒരു പീരീഡ് ഹൊറർ ഇൻക്ലൂഡിങ് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളൊരു സിനിമ. സുമതി വളവ് എന്നുള്ള ഒരു ടൈറ്റിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്റ്റോറി, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ കുറച്ച് പേടിപ്പിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ ഒരു ഹിസ്റ്ററി അതിനകത്തുണ്ട്. അപ്പം അങ്ങനൊരു സിനിമയുടെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് നല്ല രീതിയിലുള്ളൊരു നല്ലൊരു ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടൊരു സിനിമയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. അതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ വന്ന സമയത്ത് തന്നെ അങ്ങനൊരു ഇത് തന്നെയായിരുന്നു. അതെങ്ങനെ ഈ കഥയെ പ്രേക്ഷകർക്ക് ഒരു വിധത്തിൽ പരിചയമുള്ളൊരു കഥയെ എങ്ങനെ ഇത് പോർട്രേ ചെയ്ത് സ്ക്രീനിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ആ പേര് തന്നെ അറിയാമല്ലോ, ആ പേരിനകത്ത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു സുമതി എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു ഫീല് നമുക്കുണ്ടാവും, ഒരു തരിപ്പുണ്ടാവും. സിനിമയെ കാണിച്ചിരിക്കുന്നത് കുറച്ച് ഫിക്ഷനൊക്കെ കലർത്തി വേറൊരു ടെറൈനൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് വേറൊരു എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ കോമഡി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം വന്നിട്ട് അങ്ങനൊരു സിനിമയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഒബ്വിയസ്ലി അങ്ങനൊരു സിനിമ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ തീർത്തും ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്തില്ല ഒരു സീനിൽ പോലും. കാരണം അത് സുമതി വളവെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ സിനിമയ്ക്ക്. ബാക്കി കാണിക്കുന്നത് സുമതി വളവിൻ്റെ കഥയായിട്ടൊന്നും അല്ല കാണിക്കുന്നത്. സുമതി വളവ് എന്ന് പറയുന്നൊരു ലൊക്കാലിറ്റിയിൽ നടക്കുന്നൊരു സംഭവം മാത്രം. കൂടുതലും കഥ വേറൊരു രീതിയിലൊക്കെയാണ് പോകുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ തുടക്കം സുമതി വളവുണ്ട്, ഇൻ്റർവെല്ലിൽ സുമതി വളവുണ്ട്, പടം തീരുമ്പം സുമതി വളവുണ്ട്, അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് കാണിച്ചിരിക്കുന്നതല്ല കണ്ട് നമുക്ക് തീർത്തും പരിചിതമായിട്ടുള്ള കണ്ട് പഴകിയെന്ന് തന്നെ പറയാം. പഴകിയ സിറ്റുവേഷൻസും അങ്ങനെയുള്ള സീക്വൻസസൊക്കെ ആയിരുന്നു സിനിമയ്ക്കകത്തുള്ളത്. ഇടയ്ക്ക് ഷിക്കാരി ശംഭു വന്നു, അറിയാലോ, ഷിക്കാരി ശംഭു ചാക്കോച്ചൻ്റെ പടമാണല്ലോ ഷിക്കാരി ശംഭു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടേക്കോ അവർ കഥയുടെ ഒരു സീനൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഫറൻസായിട്ട് കാന്താരയൊക്കെ എടുത്ത് വെച്ച് പോലുള്ളൊരു ഫീല് തോന്നുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി ഭയങ്കര ഇതായിരുന്നു, നിരാശ ഉണ്ടായിരുന്നു. ഈ പീരീഡ് സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനും മറ്റു കാര്യങ്ങളും സെറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലൊരു കൊണ്ടുവരാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു ഇത്. പക്ഷേ സെറ്റൊക്കെ സെറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യും. എക്സ്പെഷ്യലി ആ സീക്വൻസിൽ ഓപ്പൺ സീക്വൻസ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക്, അതായത് പ്രസൻറ്റ് കാലഘട്ടം 92 കാലഘട്ടങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. 1960 കാലഘട്ടവും 1990 കാലഘട്ടവും. അപ്പം അത് ആ ഒരു 19 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര സെറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇതിങ്ങനെ ഒന്നും ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എല്ലാത്തിൻ്റെ ഭയങ്കര വൈഡ് ഫ്രെയിംസും കൂടുതലും ടോപ്പ് ആംഗിളും അങ്ങനെയുള്ള ഷോട്ട്സുകൾ മാത്രം വെച്ച് കൺസീവ് ചെയ്ത് പോയിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പം നമുക്ക് സെറ്റ് കണ്ടാൽ സെറ്റാണെന്ന് തോന്നരുത്. അങ്ങനൊരു അങ്ങനെ എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊക്കെ നന്നായിട്ട് ഭയങ്കരമായിട്ട് വിസിബിൾ ആയതുപോലെ തോന്നി.
പിന്നെ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഒന്നും തന്നെ ഒരു എല്ലാ മെയിൻ ക്യാരക്ടേഴ്സിനും എല്ലാം ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഒരുപാട് വലിയൊരു സ്റ്റാർ കാസ്റ്റാണ് സിനിമയ്ക്കകത്തുള്ളത്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഗോകുൽ സുരേഷ്, ഇവർക്കൊക്കെ ഇൻട്രോ ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ നായകനായ അർജുൻ അശോകനെ മാറ്റി നിർത്താം. പക്ഷേ സിദ്ധാർത്ഥ് ഭരതൻ്റെ റോളായാലും ശരി, ഗോകുൽ സുരേഷിൻ്റെ റോളായാലും ശരി, ഇവരെ എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇവർക്കൊന്നും സിനിമയിൽ വലിയ അവിടെ ഇവിടെ പ്രാധാന്യങ്ങൾ ഉണ്ടായി ഒന്ന് പ്രാധാന്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫീലാണ് തോന്നിയത്. പിന്നെ സൈജു കുറുപ്പിൻ്റെ റോളും അതും ഒരു ഇവരുടെ തന്നെ മുന്നത്തെ സിനിമയായിട്ടുള്ള മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണെന്ന് തോന്നുന്നു അഭിനയിച്ചെന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം സൈജു കുറുപ്പിനും ഒന്നും ചെയ്യാനില്ല സിനിമയ്ക്കകത്ത്. കോമഡിക്ക് വേണ്ടിയിട്ട് കുറേ കോമിക് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയതുപോലെ ഫീലുണ്ട്. പിന്നെ പേടിപ്പെടുത്തുന്ന സീക്വൻസ് എവിടേക്കോ വർക്കായിട്ടുണ്ട്. ഇൻ്റർവെൽ സീക്വൻസ് കുറച്ച് അധികമായിപ്പോയി. ഇൻ്റർവെൽ സീക്വൻസ് പേടിപ്പിക്കുന്ന ഒരു സീക്വൻസാണ്. അപ്പോൾ അതും കുറച്ച് ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഒരു മീറ്റർ ഉണ്ടല്ലോ, ഭയങ്കര ഒരു ശ്രദ്ധിക്കേണ്ട ഒരു മീറ്ററാണ്. ഒരു ഹൊറർ പ്ലസ് കോമഡി പ്ലസ് ഒരു എൻ്റർടൈനർ എന്ന് പറയുന്നത്, ഡ്രാമ എൻ്റർടൈനർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. അപ്പോൾ അത് സിനിമയിലേക്ക് കൊണ്ടുവരുമ്പം അത് ഭയങ്കരമായിട്ട് ബാലൻസ്ഡ് ആയിരിക്കണം. ഹൊറർ ആണെങ്കിൽ കൂടി, സുമതി വളവ് എന്നുള്ള പേര് ഹൊറർ ആണെങ്കിൽ കൂടി ആ ഹൊററിൻ്റെ ഒരു ഫീല് ചോർന്നു പോകാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ണിൽ കൊള്ളണം. അങ്ങനെയുള്ളൊരു ഇതിലാണ് സിനിമ കൊണ്ടുപോകേണ്ടത്. ഇത് അങ്ങനെയൊന്നും കൊണ്ടുപോയില്ല. ഒരു ലവ് ട്രാക്കൊക്കെ വന്നിട്ട് എങ്ങനെയൊക്കെയോ ഈ പടത്തിൻ്റെ മീറ്റർ ഭയങ്കരമായിട്ടങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പേടിപ്പെടുത്തുന്ന സീക്വൻസ് വരുമ്പം പേടിപ്പെടുത്തുന്ന സീക്വൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്ടെന്ന് പരസ്പര ബന്ധം പോലും ഇല്ലാത്ത കുറച്ച് വേറെ സീക്വൻസുകൾ കയറി വരും. എന്തോ അത് എങ്ങനെയോ സീക്വൻസുകളൊക്കെ എഴുതി തീർത്തതുപോലെ, അവിടെ വെച്ച് എഴുതി തീർത്ത് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ അവസാനത്തെ സീക്വൻസ് ആയാലും ശരി, അത് ഭയങ്കര ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര പ്രഡിക്റ്റബിളാണ്. പേടിപ്പെടുത്തുന്ന ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതും കണ്ടു മറന്ന ഒരു പേടി തന്നെ ഉള്ളൂ. ഒരു ബോഡി ഡബിൾ ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. അതൊരു അങ്ങനെ ഒരു ടെക്നിക്കൽ സൈഡ് വെച്ചിട്ടുള്ള അങ്ങനെ പുതുമയായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഒരുപക്ഷെ ഈ സിനിമ എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഇവൻറ്റുകളുണ്ട്. മിത്തെന്നോ അല്ലെങ്കിൽ ഫോക്ലോറെന്നോ അല്ലെങ്കിൽ ഫാൻറ്റസിന്നോ അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു കഥയിൽപ്പെട്ട ഒരു കഥയാണ് സുമതി വളവ് എന്ന് പറയുന്ന കഥ. അപ്പോൾ ആ കഥ മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ള ഒരു കഥയുടെ ഒരു കോർ എലമെൻ്റൊക്കെ എടുത്ത് വെച്ച് മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ പോയിട്ട് അവർ നന്നായിട്ട് തന്നെ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എക്സ്പെഷ്യലി സുമതിയുടെ ക്യാരക്ടർ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ സുമതി ഇതിനകത്ത് വരുന്നില്ല. സുമതിയുടെ ഒരു ആനിമയും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുള്ളൂ. പിന്നെ പേടിപ്പെടുത്തുന്ന സീക്വൻസിലും അത് ബോഡി ഡബിൾ ചെയ്തിട്ടുള്ള ഒരു സീക്വൻസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രത്തോളം നമുക്കൊരു ഫീല് വരണം, സുമതി ആരാണ് എന്താണെന്നുള്ളൊരു ഫീല്. നമുക്ക് സ്നേഹം തോന്നും സുമതിയോട്. അതൊക്കെ ആ ഒരു മീറ്ററൊക്കെ പിടിച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊന്നും എഫക്റ്റീവ് ആവുന്നില്ല. എവിടേക്കോ വലിയൊരു പടക്കമുണ്ട്, പക്ഷേ പലയിടത്തും നനഞ്ഞ പടക്കമായി പോയി എന്നാണ് തോന്നിയത്. പിന്നെ പെർഫോമൻസ് ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ രീതി വരുവാണെന്നുണ്ടെങ്കിൽ, ഇതൊരു മായ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു, 2015 ഇറങ്ങിയ നയൻതാരയുടെ സിനിമയാണ്. അതുപോലൊക്കെ ഒന്ന് ആ ഒരു മീറ്റർ പിടിച്ചിട്ട് തന്നെ മറ്റ് ക്യാരക്ടേഴ്സിനെയൊക്കെ ഈ കഥയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നന്നായി പോനെ. ഇത് സുമതി വളവിനെ എടുത്തിട്ട് അവരുടെ കഥയിലോട്ട് പ്ലാൻ ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ പെർഫോമൻസ് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അർജുൻ അശോക് വലിയ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ആയിട്ടൊന്നുമില്ല. പിന്നെ അർജുൻ അശോകിൻ്റെ ക്യാരക്ടർ നായകൻ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ
ആ ഒരു രീതിയിൽ ജസ്റ്റ് ഭയങ്കര ഭയങ്കര നോട്ട് വർത്തിയൊന്നുമല്ല, അങ്ങ് ചെയ്തു പുള്ളി. പിന്നെ സിദ്ധാർത്ഥ ഭരതനായാലും ശരി, സൈജു കുറുപ്പായാലും ശരി, മറ്റുള്ള ആക്ടേഴ്സ് ആയാലും ശരി, ശ്രാവൺ എന്ന് പറഞ്ഞ മുകേഷിൻ്റെ മകൻ ആണ്, ഒരു ആക്ടർ മുകേഷിൻ്റെ മകനാണ് ആ റോള് ചെയ്തിരിക്കുന്നത്. അവർക്കൊക്കെ ഒരു വില്ലനുണ്ട്, ഒരു നായകനുണ്ട്, പിന്നെ അവരെ അവരെ ഓർബിറ്റ് ചെയ്ത് കുറച്ച് ക്യാരക്ടേഴ്സുണ്ട്, അത്രയേ ഉള്ളൂ. അർജുൻ അശോകൻ ഇനിയും നല്ലൊരു ആക്ടറാണ്, നല്ല രീതിയിൽ മാറേണ്ട ഒരു ആക്ടറാണ്. ഈ ഒരു കരിയറിൽ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ഇനി തിരഞ്ഞെടുക്കേണ്ട ഒരു സമയമാണ്. ഇനിയും തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ആൾക്കാർക്ക് ഇനിയും രസം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അവസാനം ക്ലൈമാക്സ് സീക്വൻസൊക്കെ കാന്തരൊക്കെ പോലെ എന്തോ ഒരു വലിയ രീതിയിലൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ടെറൈനിൽ നിന്നുകൊണ്ട് തന്നെ, ആ വളവിലെ ടെറൈനിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നും വർക്കായില്ല. എവിടേക്കോ പീഡിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ, ശബ്ദം കൊണ്ട് പീഡിപ്പിച്ചു. ആൻഡ് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയാനുള്ളത് രഞ്ജിൻ രാജ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. പുള്ളിയുടെ എല്ലാ പടങ്ങളും അത്യാവശ്യം പുള്ളി നന്നായിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതും ഈ പടത്തിലും പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും, ഓരോ സീക്വൻസിലായാലും ശരി. സിനിമാറ്റോഗ്രാഫി ആസ് യൂഷ്വൽ അത് ഒരു സാധാരണ നമ്മൾ പ്രേത സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയാനായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും തന്നെ ഇല്ല സിനിമയ്ക്കകത്ത്. പിന്നെ എഡിറ്റിംഗ് വളരെ, എടുത്ത സീക്വൻസുകളുടെ ഓർഡറും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡറൊന്നും, സിനിമയുടെ കഥയുടെ ഒരു പോക്ക് എങ്ങനെയാണല്ലോ, ഓർഡറൊക്കെ ഒരു വല്ലാത്തൊരു പരുവത്തിലാണ് സിനിമ നിൽക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരുടെ മൂഡിലേക്ക്, പ്രേക്ഷകർക്ക് ആ സിനിമയുടെ മൂഡിലേക്ക് എത്താൻ പറ്റുന്നില്ല, അതാണ് വിഷയം. ഹൊറർ കഴിഞ്ഞിട്ട് പെട്ടെന്നോട് ബന്ധമില്ലാത്ത പോലെ ഒരു പാട്ട് കയറി വരിക, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സിനിമ പോകുന്നത്. ഓവറോൾ നന്നായിട്ട് എടുക്കേണ്ട ഒരു സിനിമയായിരുന്നു. സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല, എഫക്റ്റീവായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് സുമതി വളവ് കണ്ടു നോക്കൂ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ബൈ, റിട്രോ കാതികം.